മക്കയിൽ ഹാഷിം എന്നവർക്ക് ശേഷം ആരാണ് രാജ്യം ഭരിക്കേണ്ടത്? മകനോ? അതിന് ഷൈബ ചെറിയ കുട്ടിയല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് തുടങ്ങാം. സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വെള്ളി വെളിച്ചമായിരുന്നു ഒരു കാലത്ത് മക്ക എന്ന വിശുദ്ധ നഗരം. ഭൂമിയിൽ ഇങ്ങനെയൊരു സ്വർഗ്ഗതുല്യമായ അന്തരീക്ഷം അവിടെ നിലനിർത്തിയത് മറ്റാരുമല്ല, അവരുടെ പ്രിയ നേതാവായ ഹാഷിം എന്നവരായിരുന്നു. മലകളും മണൽ സമുദ്രങ്ങളും മാത്രം ചുറ്റപ്പെട്ട മക്കയിൽ അവർക്കാവശ്യമായ ഭക്ഷണത്തിന് വേണ്ട കൃഷി പോലും അവിടെ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും അവശ്യ സാധനങ്ങളുമെല്ലാം വിദൂര ദേശങ്ങളിൽ നിന്നും മക്കയിലുള്ള കാഫില സംഘം എത്തിക്കാറാണ് പതിവ്. ഹാഷിമിൻ്റെ ധീരമായ ഭരണത്തിൽ ഒരു പിടി അന്നത്തിന് വേണ്ടി ആരും അലയേണ്ടി വരാത്ത രൂപത്തിൽ കാഫില സംഘങ്ങൾ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ മക്കയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ജനസേവകനായ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ മക്കക്കാർ അളവറ്റ് സ്നേഹിച്ചു. എന്നാൽ ആ സൗഭാഗ്യത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആ ദുഃഖവാർത്ത ഇടുത്തി പോലെ മക്കയിൽ ആഞ്ഞു പതിച്ചു. ഹാഷിം എന്നവർ ശക്തമായ രോഗത്താൽ മരണപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത മക്കക്കാരെ ദുഃഖത്തിലാഴ്ത്തി. എല്ലാവരും ഒരു വലിയ ചോദ്യത്തിൻ്റെ മുൾമുനയിൽ പരസ്പരം ഭയത്തോടെ നോക്കി നിന്നു. അവർക്കറിയേണ്ടത് ഇനി ആരായിരിക്കും ഞങ്ങളുടെ നേതാവ്, ആരാണ് ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മക്കയിലെ സാധാരണ നിയമം അനുസരിച്ച് സന്താനങ്ങളിൽ പ്രമുഖനാണ് അടുത്ത ഭരണാധികാരം ലഭിക്കേണ്ടത്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹാഷിം എന്നവരുടെ മകൻ കൊച്ചുകുട്ടിയാണ്. മക്ക ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പാകത്തിന് അവൻ വളർന്നിരുന്നില്ല. ആശങ്കയിൽ അമർന്ന മക്ക നിവാസികളുടെ ശ്രദ്ധ മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടി. ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബ്. ജനസേവനത്തിൻ്റെ കാര്യത്തിൽ മുത്തലിബ് ഒട്ടും പിന്നിലായിരുന്നില്ല. ജനങ്ങൾക്കായി എപ്പോഴും നിലകൊള്ളുന്ന വ്യക്തിയും ദയാലുവുമായിരുന്നു. ആളുകൾ ഒത്തുകൂടി ഒരേ മനസ്സോടെ തങ്ങളുടെ അടുത്ത നേതാവായി മുത്തലിബിനെ തിരഞ്ഞെടുത്തു. പുതിയ നേതാവ്, പഴയ പ്രതാപം തിരിച്ചു വരുന്നു. മുത്തലിബ് മക്ക പട്ടണത്തിൻ്റെ ഭരണം ഏറ്റെടുത്തു. കാഫിലകൾക്ക് നേരിട്ട് നേതൃത്വം നൽകി. മക്കയുടെ ജീവനാഡിയായ ആ കച്ചവടപാതകൾ വീണ്ടും സജീവമായി. വർഷം തോറും ഹജ്ജ് കാലം വരും. ദൂരങ്ങളിൽ നിന്നും ധാരാളം തീർത്ഥാടകർ മക്കയിലേക്ക് ഒഴുകിയെത്തും. ആ വിശിഷ്ടാതിഥികൾക്ക് ഒരു കുറവും വരുത്തരുതെന്ന് മുത്തലിബ് എന്നവർക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. തീർത്ഥാടകർക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും എത്തിക്കാൻ വിപുലമായ ഏർപ്പാടുകൾ നടത്തി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മുത്തലിബ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി മാറി. ശാന്തിയുടെയും സമൃദ്ധിയുടെയും നാളുകളായിരുന്നു പിന്നീട്. വർഷങ്ങൾ ഒരുപാട് മക്കയിലൂടെ കടന്നുപോയി. മക്കയുടെ നേതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വലിയ കുഴപ്പം സൃഷ്ടിച്ചു. ഹാഷിം എന്നവരുടെ പ്രിയപുത്രൻ, ഈ സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അവകാശി. മുത്തലിബ് ഉറപ്പിച്ചു, മക്കയുടെ ഭരണം ഹാഷിമിൻ്റെ മകനായ ഷൈബയെ തന്നെ ഏൽപ്പിക്കണം. എന്നാൽ ഷൈബ ഇപ്പോൾ എവിടെയാണ്? അങ്ങ് യസ്രിബിൽ മാതാവിനൊപ്പം സുരക്ഷിതനായി കഴിയുകയാണ്. സത്യത്തിൽ ഒരു നാട് അവനു വേണ്ടി കാത്തിരിക്കുകയല്ലേ? ഈ നാട്ടിലെ ചിട്ടകളും നിയമങ്ങളും മര്യാദകളും അവൻ പഠിക്കണം. തീരുമാനമുറപ്പിച്ച് മണൽപാതകളും ചൂടുള്ള കാറ്റും താണ്ടി മുത്തലിബിൻ്റെ ഒട്ടകം ബനു നജാർ ഗോത്രത്തിൻ്റെ വീട്ടുമുറ്റത്ത് മുട്ടുകുത്തി. മക്കയിലെ രാജാവിന് ആതിഥേയത്വം നൽകുന്നതിൽ ബനു നജാർ ഗോത്രം ഒരു കുറവും വരുത്തിയില്ല. ഗംഭീര വിരുന്നൊരുക്കി. അധികം താമസിക്കാതെ ഹാഷിം തങ്ങളുടെ ഭാര്യ സെൽമയും മകൻ ഷൈബയും കടന്നു വന്നു. സെൽമ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനാണ് ഞാൻ ഇത്ര ദൂരം താണ്ടി നിന്റെ അടുത്തേക്ക് വന്നത്. ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും സെൽമ മുത്തലിബിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. വിഷയം അവതരിപ്പിച്ചു. ഷൈബ, അവൻ ഹാഷിമിൻ്റെ മകനാണ്. അവൻ മക്കയുടെ അടുത്ത ഭരണാധികാരിയായി വരേണ്ടവനാണ്. അവൻ അവിടെ വന്ന് താമസിക്കട്ടെ. മക്കയിലെ ചിട്ടകളും ഭരണരീതികളും പഠിക്കട്ടെ. നിങ്ങൾ അവനെ എൻ്റെ കൂടെ അയക്കണം. സെൽമയുടെ ഹൃദയം പിടച്ചുപോയി. ഒട്ടും വിഷമിക്കേണ്ട, ഷൈബയ്ക്ക് നല്ല ഭാവിയുണ്ട്. അവൻ അവൻ്റെ പിതാവിൻ്റെ പാതയിലൂടെ വളരട്ടെ. ഹാഷിമിനെ സ്നേഹിച്ചവർ ഷൈബയെയും സ്നേഹിക്കും, എനിക്കുറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സെൽമയുടെ ഹൃദയത്തിന് വലിയ ആശ്വാസം നൽകി. ഷൈബയെയും കൂട്ടി മുത്തലിബ് മക്ക ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങി. വിശാലമായ മരുഭൂമിയിലൂടെ സഹോദരപുത്രനായ ഷൈബയോടൊന്നിച്ചുള്ള യാത്രയിൽ ഓരോ പ്രദേശങ്ങളും അവന് പരിചയപ്പെടുത്തി കൊടുത്തു. ആകാംക്ഷയേറിയ കണ്ണുകളോടെ ആ അത്ഭുത ലോകം ഷൈബ നോക്കിക്കണ്ടു. അവർ മക്കയുടെ അതിർത്തി കടന്നു. മക്കക്കാർ ആ കാഴ്ച കണ്ടു. ഒട്ടകപ്പുറത്ത് രാജകീയമായി മുത്തലിബ് ഇരിക്കുന്നു. പിന്നിലൊരു ചെറുപ്പക്കാരൻ. ആരാണത്? അടിമയാകും, അല്ലെങ്കിൽ അടിമച്ചന്തയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരികയായിരിക്കും. ആളുകൾ പിറുപിറുത്തു. പുതിയ അടിമയെ മക്കയിലെ ജനങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. മക്കക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, അഥവാ മുത്തലിബിൻ്റെ അടിമ, മുത്തലിബിൻ്റെ അടിമ എന്ന്. മുത്തലിബിന് ദേഷ്യം വന്നു. അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് കൈവീശി ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, അങ്ങനെ പറയല്ലേ,
ഇതെൻ്റെ അടിമയല്ല, എൻ്റെ സഹോദരൻ പുത്രനാണിത്, ഷൈബയാണിത്. ജനങ്ങളുടെ ആവേശത്തിൽ ആ പേര് മക്കക്കാരുടെ ഹൃദയത്തിൽ തറച്ചുപോയി. അങ്ങനെയാണ് ആ പേര് പ്രസിദ്ധമായത്. ഹാഷിമിൻ്റെ മകൻ കാലക്രമേണ അബ്ദുൽ മുത്തലിബ് എന്ന പേര് അറിയപ്പെട്ടു. മക്കയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് തിരികൊളുത്തി അവൻ വളർന്നു വരാൻ തുടങ്ങി. ബുദ്ധിമാനും വിശാല മനസ്കനുമായ ആ ചെറുപ്പക്കാരൻ വളരെ വേഗം ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റി. മുത്തലിബ് ഭാവി രാജാവിന് ഭരണകാര്യങ്ങളും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും വേണ്ട പോലെ പറഞ്ഞുകൊടുത്തു. ഹാഷിമിൻ്റെ രക്തമായതുകൊണ്ട് തന്നെ ഭരണവിഷയങ്ങളെല്ലാം അബ്ദുൽ മുത്തലിബ് പെട്ടെന്ന് പഠിച്ചെടുത്തു. സഹസ്രാബ്ദങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ മക്കയുടെ രാജാവാണ് അബ്ദുൽ മുത്തലിബ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചു. തുടർന്ന് ഒരുപാട് സന്താനങ്ങൾ പിറന്നു. സന്താനങ്ങളിൽ വെച്ച് ഏറ്റവും സ്നേഹം അബ്ദുള്ള എന്ന മകനോടായിരുന്നു. കാണാൻ അതീവ സൗന്ദര്യം, വെളുത്ത നിറം, ആരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റം. എല്ലാവരും അവനെ ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ പോലെ അബ്ദുള്ളയും കച്ചവടക്കാരനായി മാറി. നായാട്ടും ആയുധവിദ്യയും അബ്ദുള്ള എന്നവർക്ക് ഇഷ്ടവിനോദമായിരുന്നു. 20 വയസ്സെത്തിയ തൻ്റെ മകനെ നല്ലൊരു തറവാട്ടിൽ നിന്നും മനോഹരിയായ ഒരു ഇണയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അബ്ദുൽ മുത്തലിബിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ വിവാഹാലോചന മക്കയിലെ പ്രശസ്ത കുടുംബമായ ബനു സുഹ്റായിൽ എത്തി നിൽക്കുന്നു. ആരാണ് ബനു സുഹ്റ കുടുംബം? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പമാരുടെ കൂട്ടത്തിൽ കിലാബ് എന്ന പേരുള്ള ഒരു പൂർവികൻ ഉണ്ടായിരുന്നു. കിലാബ് എന്നവരുടെ മകൻ സുഹ്റത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. സുഹ്റത്തിൻ്റെ സന്താന പരമ്പരയിലായതുകൊണ്ടാണ് ബനു സുഹ്റ എന്ന പേര് വന്നത്. വിവാഹം ആലോചിച്ചെത്തിയ ആമിന ബീവി ആ കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ ആ കുടുംബത്തിലെ നേതാവാണ് വഹബ്. വഹബിൻ്റെ സുന്ദരിയായ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന മകളാണ് ആമിന ബീവി. അബ്ദുള്ള എന്നവർക്കും ഉപ്പ അബ്ദുൽ മുത്തലിബിനും ആമിന ബീവിയെയും കുടുംബത്തെയും നന്നായി ഇഷ്ടപ്പെട്ടു. മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് വഹബുമായി നേരിട്ട് വിവാഹാലോചന നടത്തി. നിങ്ങളുടെ മകൾ ആമിനയെ എൻ്റെ മകൻ അബ്ദുള്ളക്ക് വിവാഹം ചെയ്തു കൊടുക്കാമോ? വഹബിന് സന്തോഷം പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ രാജാവ് വീട്ടിൽ വന്ന് വിവാഹാലോചന നടത്തുകയോ? 100 വട്ടം സമ്മതം. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മക്കയിലെ സ്ത്രീകൾ അത്ഭുതത്തോടെ പറഞ്ഞു, ആമിന, നീ എത്ര ഭാഗ്യവതിയാണ്. അബ്ദുള്ളയെ നിനക്ക് ഭർത്താവായി ലഭിച്ചല്ലോ. ഞങ്ങളടക്കം എത്ര പെൺകുട്ടികളാണ് അബ്ദുള്ളയുടെ ഭാര്യയാകാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഭാഗ്യം വന്നണഞ്ഞത് നിനക്കാണല്ലോ. രാജാവിൻ്റെ മകൻ്റെ വിവാഹത്തിന് മക്ക മുഴുവൻ ഒരുങ്ങുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞതോടെ വഹബിന് തിരക്ക് കൂടി. ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവിൻ്റെ മകനാണ് എൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത്. ബന്ധുക്കളെയും ഗോത്ര നേതാക്കന്മാരെയും ക്ഷണിക്കണം. 1-ാം തരം വിരുന്നൊരുക്കണം. ഒരുക്കങ്ങൾ തുടങ്ങി. പുതിയാപ്പിളയെ സ്വീകരിക്കാൻ വീടിന് മുന്നിൽ വിശാലമായ സൗകര്യമൊരുക്കി. ഏറെ ഇരിപ്പിടങ്ങൾ നിരത്തി. ഭക്ഷണം പാകം ചെയ്യാൻ മികച്ച പാചകക്കാരെ വ്യത്യസ്ത നാടുകളിൽ നിന്നും എത്തിച്ചു. ധാരാളം പഴവർഗ്ഗങ്ങൾ മേശയിൽ നിറഞ്ഞു. വിവിധതരം പാനീയങ്ങളും. വലിയ ഒട്ടകങ്ങളെയും ആടുകളെയും അറുത്ത് മാംസം പല രീതിയിൽ പാകം ചെയ്തു. ചിലത് പൊരിച്ചു, ചിലത് വരട്ടി, ചിലത് കറി വെച്ചു. റൊട്ടിയും പലഹാരങ്ങളും തീന്മേശയിൽ നിറച്ചു. രാജകുമാരൻ അബ്ദുള്ള സുന്ദരനായ പുതുമാരനായി അങ്ങക്കലെ ഒരുങ്ങിയിരിക്കുന്നു. ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ സൗന്ദര്യ രൂപം മണവാട്ടിയുടെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. ജനങ്ങൾ ചുറ്റും കൂടി. ആഹ്ലാദം അലയടിച്ചുയർന്നു. അവർ വധുവിൻ്റെ വീട്ടിലെത്തി. വഹബും ഗോത്രവും വമ്പിച്ച സ്വീകരണം നടത്തി. കൂടെയുള്ളവരെ സ്ഥാനത്തിനനുസരിച്ച് ഇരിപ്പിടങ്ങളിൽ ഇരുത്തി. മനം കുളിർപ്പിക്കുന്ന പാനീയങ്ങളും പലഹാരങ്ങളും കൊടുത്തു. ആ വിവാഹം മക്കയെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അന്നത്തെ ആചാരമനുസരിച്ച് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു. ഗോത്ര മര്യാദകൾ പാലിച്ച് കാരണവന്മാർ പരസ്പരം ചോദ്യോത്തരങ്ങൾ നടത്തി. നിക്കാഹ് പൂർത്തിയായി. തീന്മേശ നിറഞ്ഞു. അടുത്തൊന്നും മക്കക്കാർ ഇത്ര വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ആചാരപ്രകാരം പുതുമാരൻ 3 ദിവസം വധുവിൻ്റെ വീട്ടിൽ താമസിക്കലാണ് പതിവ്. കൂടെ വന്നവരെല്ലാം ഓരോരുത്തരായി മംഗളാശംസകൾ നേർന്ന് വീടുകളിലേക്ക് മടങ്ങി. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിച്ചതിലും എല്ലാവരും ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരൻ തനിക്ക് സ്വന്തമായതിലും അവരുടെ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെ തിരയിളക്കമായിരുന്നു. ആമിന ബീവി തൻ്റെ ഭർത്താവിനെ കൂടുതൽ അടുത്തറിഞ്ഞു. ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം. ആ മുഖം കണ്ടിരിക്കാൻ എത്ര മനോഹരമാണ്. പെട്ടെന്ന് മക്കയിൽ പാട്ടായ ആ ഭീതിപ്പെടുത്തുന്ന കഥ ആമിന ബീവിയുടെ മനസ്സിൽ ഓർമ്മ വന്നു. ബലിക്കല്ലിൽ പിടയേണ്ട അബ്ദുൽ മുത്തലിബിൻ്റെ ആ നേർച്ചയുടെ കഥ.